ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഫോക്കസ് കൊടുത്തിരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിന് മുന്നോടിയായിട്ട് വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളെയും കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ആവുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘടനാപരമായി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുക എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ കോടതിയിൽ വരെ പോകും. കാരണം അത് നടത്തപ്പെടില്ല എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിലെ ബിജെപിയുടെ എല്ലാ സമുന്നതരായ നേതാക്കളും നിലമ്പൂരിലെത്തുകയും അവിടെ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനവും പ്രചരണവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയോട് എത്തിയിട്ടുണ്ട്, ശ്രീ ജോർജ് കുര്യൻ എത്തിയിട്ടുണ്ട്, ശ്രീ വി മുരളീധരൻ എത്തിയിട്ടുണ്ട്, ശ്രീ കെ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട്, ശ്രീ എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി കേരളത്തിലെ എല്ലാ ബിജെപി നേതാക്കളും അവിടെ എത്തുകയും പലരും അവിടെ ക്യാമ്പ് ചെയ്യുകയും സ്ഥാനാർത്ഥിയുടെ ഏറ്റവും മികച്ച പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനം തന്നെ അവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്പാദിക്കാൻ കഴിയുന്ന വോട്ടിനൊരു പരിധിയില്ലേ? അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ യാഥാർത്ഥ്യ ബോധം അവിടുത്തെ ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റ് രണ്ട് മുന്നണികൾ തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ശക്തരായ മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ മൂന്നാം കക്ഷിയായിട്ട് അവിടെ എത്തുന്നവർക്ക് തീർച്ചയായിട്ടും പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാമായിരുന്നു. തീർച്ചയായിട്ടും തുടക്കത്തിൽ അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്നതും. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറി മറിയുന്നതാണ് നമ്മൾ കാണുന്നത്. 6-7 മാസങ്ങൾക്ക് മുമ്പ് PDPയെ കുറിച്ചിട്ട് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഈ രണ്ട് കക്ഷികളും മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന കക്ഷികളാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ മാസത്തിലോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിവിടെ വായിക്കാം. അപ്രതീക്ഷിതമായിട്ട് വന്നുകൊണ്ടാണ് അത് പെട്ടെന്ന് വായിക്കാൻ കഴിയാതെ പോയത്. അതുപോലെ തന്നെ കോൺഗ്രസും മറുവശത്ത് നിന്ന് ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എടുത്തിരുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിരുന്നവർ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരള പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികൾക്കും ഈ ഭാരതത്തില് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന രണ്ട് കക്ഷികളെ മാറി മാറി പിന്തുണയ്ക്കുവാനും അവരെ വൈറ്റ് വാഷ് അടിച്ചു കൊടുക്കുവാനും യാതൊരു മടിയുമില്ല എന്നുള്ള ഒരു സത്യം വെളിവാകുന്ന ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി അങ്ങനെയൊക്കെ ആരോപിക്കാം, പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും വോട്ട് കൊണ്ടുവരുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ആയിരിക്കില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്നത് അവിടെയാണെന്ന്. കാരണം നിങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വെൽഫെയർ പാർട്ടി ഇതുപോലെ തന്നെ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതേ VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല, അവര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ SDP ആയാലും ശരി, ജമാഅത്തെ വെൽഫെയർ പാർട്ടി ആയിരുന്നാലും ശരി, വെൽഫെയർ പാർട്ടി പറഞ്ഞല്ലോ അന്ന് ഞങ്ങൾ ആരുടെയും പിന്തുണയൊന്നും സ്വീകരിക്കുന്നില്ല, അവരെ വോട്ട് ചെയ്യുന്നെങ്കിൽ വോട്ട് ചെയ്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാര് 6-7 മാസങ്ങൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മലപ്പുറത്തേക്ക് എത്തുന്ന സാഹചര്യം എത്തിയപ്പോഴേക്കും അവർ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഏറ്റവും നല്ല സംഘടനയാണ് എന്നുള്ള തലത്തിലേക്ക് അവരുടെ നിലപാട് മാറ്റുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വെൽഫെയർ പാർട്ടി UDFന്റെ അകത്തുള്ള ഒരു ഘടകകക്ഷിയാവും മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റ് അവർക്ക് മത്സരിക്കാൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ തിരിച്ച് ഇനിയിപ്പോ PDP LDFന്റെ ഘടകകക്ഷിയാവുകയും അവരിവിടെ മലപ്പുറത്തെ ഒരു സീറ്റ് മത്സരിക്കുന്ന സാഹചര്യം നമ്മൾ വീണ്ടും കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. കേരളത്തിലെ പൊതുജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രസക്തിയും അവിടെ തന്നെയാണ് കടന്നു വരുന്നത്.